പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പാർട്ട് 6 ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് എന്ന സെക്ഷനിൽ പ്രധാനപ്പെട്ട 4 റിസൾട്ട്സ് പഠിച്ചിരുന്നു. ഒന്ന്, cos x plus y equal to cos x into cos y minus sin x into sin y. Cos x minus y equal to cos x into cos y plus sin x into sin y. Sin x plus y equal to sin x into cos y plus cos x into sin y. Sin x minus y equal to sin x into cos y minus cos x into sin y. ഈ 4 റിസൾട്ട്സ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ 2 റിസൾട്ട് കൂടെ വരുന്നുണ്ട്. ടാൻ എക്സ് പ്ലസ് വൈ, അതുപോലെ ടാൻ എക്സ് മൈനസ് വൈ, കോട്ട് എക്സ് പ്ലസ് വൈ, കോട്ട് എക്സ് മൈനസ് വൈ തുടങ്ങിയവയുടെ എക്സ്പാൻഷൻസ് കൂടെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇഫ് നൺ ഓഫ് ദി ആംഗിൾസ് എക്സ് വൈ ആൻഡ് എക്സ് പ്ലസ് വൈ ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2, then tan x plus y equal to tan x plus tan y divided by 1 minus tan x into tan y. ഇപ്പോൾ ഇവിടെ നൺ ഓഫ് ദി ആംഗിൾസ് എക്സ് വൈ ആൻഡ് എക്സ് പ്ലസ് വൈ ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/2 ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് എക്സ്, കോസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ, ഇവിടെ വാല്യൂ 0 ആകുന്നത് π/2 മൾട്ടിപ്പിൾ വരും, ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദീസ് ടേംസ് ആർ നോട്ട് 0. സിൻസ് നൺ ഓഫ് ദി എക്സ് വൈ ആൻഡ് എക്സ് പ്ലസ് വൈ ഈസ് എൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2, ഇറ്റ് ഫോളോസ് ദാറ്റ് കോസ് എക്സ്, കോസ് വൈ ആൻഡ് കോസ് എക്സ് പ്ലസ് വൈ ആർ നോൺ സീറോ. ഈ ടേംസ് എല്ലാം നോൺ സീറോ എന്ന് പറയും. സോ ടാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു sin x plus y by cos x plus y. We know tan x equal to sin x by cos x. So tan x plus y equal to sin x plus y divided by cos x plus y. We know sin x plus y equal to sin x into cos y plus cos x into sin y. And cos x plus y equal to cos x into cos y minus sin x into sin y. Sin x plus y യുടെ എക്സ്പാൻഷൻ ഇവിടെ എഴുതി, കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇത് ന്യൂമറേറ്റർ ആണ്, ഇത് ഡിനോമിനേറ്റർ ആണ്. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കൊണ്ട് ന്യൂമറേറ്ററും ഡിവൈഡ് ചെയ്യുക, ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. ഒരേ ടേം കൊണ്ട് 2 സൈഡും ഡിവൈഡ് ചെയ്താൽ വാല്യൂ ഈക്വൽ ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. ടാൻ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എഴുതി, ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈ സൈൻ എക്സ് കോസ് വൈയെ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ഡിവൈഡ് ചെയ്യണം, പിന്നെ പ്ലസ് ഈ ടേമിനെ ഡിവൈഡ് ചെയ്യുക, പിന്നെ ഈ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഉണ്ട് 4 ടേമിന് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും, സൈൻ എക്സ് കോസ് വൈ ഇല്ലേ, സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ബൈ കോസ് എക്സ് കോസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ cos x cos y by cos x cos y minus sin x sin y by cos x into cos y. ഇനി ഇവിടെ നമുക്ക് cos y and cos y cancelled. We get sin x by cos x. Sin x by cos x ആണ് tan x. ഇവിടെ cos x and cos x cancelled. sin y by cos y tan y എന്ന് വരും. ഇവിടെ cos x cancelled, cos y and cos y cancelled. ഇവിടെ 1 വരിക. അതുപോലെ മൈനസ് sin x by cos x tan x, sin y by cos y എന്ന് പറഞ്ഞാൽ tan y എന്നാണ്. സോ വി ഗെറ്റ് ദിസ് ടേം ഈസ് tan x plus tan y divided by 1 minus tan x into tan y. So we get tan x plus y equal to this term, tan x plus tan y divided by 1 minus tan x into tan y. So this is the value of tan x plus y. Tan x plus y equal to tan x plus tan y divided by 1 minus tan x tan y. ഈ റിസൾട്ടും എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. tan x plus y equal to tan x plus tan y divided by 1 minus tan x into tan y.
ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് പ്ലസ് വൈ. ഇത് നമ്മൾ പഠിച്ച രണ്ട് റിസൾട്ടുകളാണ്. സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. സൈൻ മൈനസ് എക്സിന്റെ വാല്യൂ മൈനസ് സൈൻ എക്സും കോസ് മൈനസ് എക്സ് ആണ് കോസ് എക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഫംഗ്ഷൻസിന് ഇതുപോലെ മൈനസ് എടുത്ത് അങ്ങനെ വരും നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കൊസീക് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/sin മൈനസ് എക്സ് അല്ലേ? കൊസീക് എക്സ് ആണ് 1/sin എക്സ്. കൊസീക്സ് മൈനസ് എക്സ് ആകുമ്പോൾ 1/sin മൈനസ് എക്സ്. പിന്നെ സൈൻ മൈനസ് എക്സ് ഈസ് മൈനസ് സൈൻ എക്സ്. സോ ദിസ് ഈസ് 1/-sin എക്സ് എന്ന് പറഞ്ഞു. മൈനസ് ഇങ്ങോട്ട് എഴുതി 1/sin എക്സ് ആണ് കൊസീക് എക്സ്. സോ വി ഗെറ്റ് കൊസീക് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ്. അതുപോലെ സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ? അതുപോലെ കൊസീക് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് എക്സ് എന്നാണ് വരിക. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് അങ്ങനെ വരും നോക്കൂ. സീക് മൈനസ് എക്സ് എന്നാൽ 1/cos മൈനസ് എക്സ്. വി നോ കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/cos എക്സ്. 1/cos എക്സ് ഈസ് സീക് എക്സ്. സോ വി ഗെറ്റ് സീക് മൈനസ് എക്സ് ഈക്വൽ ടു സീക് എക്സ്. ഇതേപോലെ തന്നെ കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് പോലെ സീക് മൈനസ് എക്സ് ഈക്വൽ ടു സീക് എക്സ് എന്നാണ് വരിക. അടുത്ത് ടാൻ മൈനസ് എക്സിന്റെ വാല്യൂ. ടാൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ മൈനസ് എക്സ് ബൈ കോസ് മൈനസ് എക്സ്. സൈൻ മൈനസ് എക്സ് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ബൈ കോസ് മൈനസ് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് അല്ലേ? കോസ് മൈനസ് എക്സിന് കോസ് എക്സ് ആയിരിക്കും. ദിസ് ഈസ് മൈനസ് ടാൻ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ഈ മൈനസ് കൂടെ വരും. മൈനസ് ടാൻ. ടാൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ എക്സ്. അതുപോലെ കോട്ട് മൈനസ് എക്സ് എന്താ? 1/tan മൈനസ് എക്സ്. ടാൻ മൈനസ് എക്സ് പറഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ആണല്ലോ. അപ്പോൾ 1/-tan എക്സ്. 1/-tan എക്സ് ആണ് മൈനസ് ഇങ്ങോട്ട് എഴുതി കോട്ട് എക്സ് മൈനസ് കോട്ട് എക്സ്. അപ്പോൾ കോട്ട് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ്. അപ്പൊ ഇതേപോലെ വരുന്നത് കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് പോലെ സീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ആണ്. ബാക്കിയെല്ലാം മൈനസ് ആയിട്ട് വരിക. കൊസീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ്. ടാൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ എക്സ്. കോട്ട് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ്. ഈ റിസൾട്ടുകൾ നമുക്ക് അറിയണം. ഇതെല്ലാവരും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ടാൻ എക്സ് മൈനസ് വൈയുടെ വാല്യൂ കാണാം. ടാൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1+tan x ഇൻറ്റു ടാൻ വൈ. നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട്. ടാൻ എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? ടാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1-tan x ഇൻറ്റു ടാൻ വൈ. എന്ത് ചെയ്താൽ മതി? ഈ വൈയുടെ സ്ഥാനത്ത് മൈനസ് വൈ എന്ന് കൊടുത്താൽ പോരെ? റീപ്ലേസ് y ബൈ മൈനസ് വൈ. വി ഗെറ്റ് ടാൻ എക്സ് പ്ലസ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ മൈനസ് വൈ എന്ന് വരിക അല്ലെ? ടാൻ എക്സ് പ്ലസ് ടാൻ മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1-tan x ഇൻറ്റു ടാൻ മൈനസ് വൈ. ഇനി ടാൻ മൈനസ് വൈയുടെ വാല്യൂ എന്താ? ടാൻ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ടാൻ വൈ എന്നാണ് വരിക അല്ലേ? സോ ദിസ് ഈസ് ടാൻ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ടാൻ വൈ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ എക്സ് പ്ലസ് മൈനസ് വൈ എന്നുള്ള എക്സ് മൈനസ് വൈ എന്നത്. ടാൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് ഉണ്ട്. ഈ ടാൻ മൈനസ് വൈയിൽ ഒരു മൈനസും കൊണ്ട് വരില്ലേ? അപ്പോൾ പ്ലസ് ആവും. 1+tan x tan y. We get tan x minus y equal to tan x minus tan y divided by 1+tan x into tan y. This is the second result. Tan x minus y equal to tan x minus tan y divided by 1+tan x into tan y. അപ്പോൾ tan x plus y equation അറിയണം, tan x minus y equation അറിയണം. ഇനി if none of the angles x, y and x plus y is a multiple of pi, then third one, cot x plus y equal to cot x into cot y minus 1 by cot y plus cot x. ഇതാണ് cot x plus y യുടെ എക്സ്പാൻഷൻ. cot x plus y equal to cot x into cot y minus 1 divided by cot y plus cot y. നമുക്കറിയാം this x, y and x plus y are not multiple of pi. Multiple of pi means sin value 0 എന്ന് വരിക. അപ്പോൾ ഈ ടേംസ് എല്ലാം x, y, x plus y എന്നില്ല, പൈയുടെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് sin x, sin y, sin x plus y are non-zero. So we define cot x plus y or cot x and cot y. ഈ ടേംസ് എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ആണ് cot x plus y എങ്ങനെ എഴുതാം? cot x plus y ആണ് cos x plus y by sin x plus y. We know cot x equal to cos x by sin x ആണ്. cot x plus y equal to cos x plus y by sin x plus y. cos x plus y equal to cos x into cos y minus sin x into sin y divided by sin x plus y. sin x into cos y plus cos x into sin y. ഈ sin x plus y യുടെ എക്സ്പാൻഷൻ എഴുതി. ഇനി എന്ത് ചെയ്യണം?
ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. ഇവിടെ മൊത്തം എന്ത് ചെയ്യുക? സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ടേമിന് എന്ത് ചെയ്യണം? സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഈ ടേമിന് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ രണ്ട് ടേമിന് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ബൈ സൈൻ എക്സ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ബൈ സൈൻ എക്സ് സൈൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് വൈ ബൈ സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ബൈ സൈൻ എക്സ് സൈൻ വൈ. ഇനി ഇതിൽ കോമൺ ടേം ഉണ്ട് നോക്കൂ. ഇവിടെ കോസ് എക്സ് ബൈ സൈൻ എക്സ് ഉണ്ട്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് ആണ് അല്ലേ? കോസ് വൈ ബൈ സൈൻ വൈ എന്ന് പറഞ്ഞാലോ കോട്ട് വൈ എന്ന് പറയുന്നു. ഇനി ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്യാം. സൈൻ വൈ ക്യാൻസൽ ചെയ്യാം. -1 വരും. -1 കിട്ടും. ഡിനോമിനേറ്ററിൽ നോക്കൂ. സൈൻ എക്സ് ആൻഡ് സൈൻ എക്സ് ക്യാൻസൽഡ്. വി ഗെറ്റ് കോസ് വൈ ബൈ സൈൻ വൈ. കോസ് വൈ ബൈ സൈൻ വൈ ഈക്വൽ കോട്ട് വൈ. ഇവിടെ സൈൻ വൈ ആൻഡ് സൈൻ വൈ ക്യാൻസൽ. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് എന്ന് വരും. സോ വി ഗെറ്റ് ഈ ഒന്നാമത്തെ ടേം ഇത് കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ്, കോസ് വൈ ബൈ സൈൻ വൈ കോട്ട് വൈ -1. ഇതിന്റെ ടേം 1 വരും. ഇവിടെ ഇതിനായിട്ട് ക്യാൻസൽ ചെയ്താൽ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. സോ വി ഗെറ്റ് കോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ -1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. കോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ -1 ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. അപ്പോൾ കോട്ട് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ തേർഡ് ഇക്വേഷൻ. ഇനി ഫോർത്ത് വൺ, കോട്ട് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ പ്ലസ് 1 ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ് ഇഫ് നൺ ഓഫ് ആംഗിൾസ് എക്സ് വൈ ആൻഡ് എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പൈ. We know cot x plus y value എന്തെയ്യുന്നു? cot x into cot y -1 by cot y plus cot x. Replace y by -y. y യുടെ സ്ഥാനത്ത് -y എന്ന് കൊടുക്കും. നമുക്കത് വരും cot -x ന്റെ വാല്യൂ -cot x ആണ് അല്ലേ? cot -x ഈക്വൽ -cot x. cot -y ആണെങ്കിലോ -cot y എന്നാണ് വരിക. ഇനി cot x plus -y ഈക്വൽ y യുടെ സ്ഥാനത്ത് -y എന്ന് കൊടുത്തു. ഇവിടെ cot x cot -y എന്ന് വരും. cot x into cot -y -1 divided by cot -y plus cot x. ഇനി ഈ കോട്ട് -y മൈനസ് പുറത്തെടുത്ത് എന്തായി? -cot x cot y -1 ആണ്. -cot x cot y -1 ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് എടുക്കാം -cot y plus cot x. ഇനി ഇവിടെ നമുക്കത് ഈ രണ്ട് ടേമിൽ നിന്നും മൈനസ് പുറത്തെടുത്ത് എന്തായി? -cot x cot y +1 വരും. ഡിനോമിനേറ്ററിലോ മൈനസ് പുറത്തെടുത്താൽ cot y -cot x എന്ന് വരും. മൈനസ് പുറത്തെടുക്കുമ്പോൾ അതുപോലെ -cot x cot y +1 divided by -cot y -cot x. ഈ രണ്ട് മൈനസും ക്യാൻസൽ ചെയ്യാം. വി ഗെറ്റ് cot x into cot y +1 divided by cot y -cot x. This is the value of cot x minus y. Cot x minus y equal to cot x into cot y +1 divided by cot y -cot x. This is the fourth result. ഈ 4 റിസൾട്ടുകളാണ് ഇതിൽ വരുന്നത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ ഉപയോഗിച്ചുള്ള കണക്കുകളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ട ഒരു 3 റിസൾട്ടുകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് cos 2x. ഒരു എക്സിന്റെ മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ്. ഡബിൾ വരും. cos x നമുക്കറിയാം. cos 2x ഇങ്ങനെ കാണാം. അതുപോലെ sin 2x tan 2x. ഈ 3ന്റെ വാല്യൂസ് നമുക്ക് കാണാം. cos 2x has 4 values. cos 2x equal to 1 cos square x minus sin square x. ഒരു വാല്യൂ തന്നെ cos square x minus sin square. രണ്ടാമത്തെ വാല്യൂ 2 cos square x minus 1. മൂന്നാമത്തെ വാല്യൂ 1 minus 2 sin square x. cos 2x equal to cos square x minus sin square x. 2 cos square x minus 1. 1 minus 2 sin square x. അതുപോലെ തന്നെ cos 2x equal to 1 minus tan square x by 1 plus tan square x. x not equal to n pi plus pi by 2 where n is an integer. ഈ പോയിന്റിൽ n pi plus pi by 2 എന്ന പോയിന്റിൽ tan x ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പോയിന്റ്സ് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ cos 2x കാണാനുള്ള 4 വാല്യൂസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട്. cos x plus y എന്ന് പറയുന്നത് cos x into cos y minus sin x into sin y എന്ന്. ഇതിൽ y യുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? റീപ്ലേസിങ് y by x. ഈ y യുടെ സ്ഥാനത്ത് x എന്ന് കൊടുക്കാം. എന്താവും? cos x plus x എന്ന് വരും അല്ലേ?
കോസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നാവില്ല. വൈയുടെ സ്ഥാനത്ത് എക്സ് കൊടുക്കുക. കോസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. കോസ് എക്സ് പ്ലസ് എക്സ് ആണ് കോസ് 2x ആയില്ലേ. ദിസ് ഈസ് കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇതിൽ ഒന്നാമത്തെ റിസൾട്ട് കിട്ടി. കോസ് 2x ഈക്വൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ്, എല്ലാവരും കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഈ 4 റിസൾട്ടും അറിയണം. കോസ് 2xന്റെ കോസ് 2x ഈക്വൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഒന്നാമത്തെ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യണം. നമ്മൾ പഠിച്ച റിസൾട്ടിന്റെ കോസ് 2x കാണാൻ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇപ്പൊ ചെയ്തില്ലേ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ടാമത് ചെയ്യാം. അങ്ങനെ ചെയ്യാം. കോസ് 2xനായി കോസ് സ്ക്വയർ എക്സ് ഇവിടെ തന്നെ എഴുതി. ഇനി സൈൻ സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. വി നോ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ മൈനസ് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നാണ് വരിക അല്ലേ. കോസ് സ്ക്വയർ എക്സ് ഇവിടെ എഴുതി, മൈനസ് 1 എഴുതി, 2 മൈനസ് എന്താ പ്ലസ് ആയില്ലേ, പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താ? 2 കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലേ. നോക്കൂ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. So we get cos 2x equal to 2 cos square x minus 1. രണ്ടാമത്തെ വാല്യൂ 2 cos square x minus 1. ഇതേ ഇക്വേഷനിൽ എന്ത് ചെയ്തു? സൈൻ സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. ഇനി മൂന്നാമത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ കോസ് സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുത്താൽ മതി. മൂന്നാമത്തെ റിസൾട്ട് കിട്ടാം. കോസ് 2x ഈക്വൽ 1 മൈനസ് സൈൻ സ്ക്വയർ. കോസ് സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ദിസ് ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. So we get cos 2x equal 1 minus 2 sin square x. അപ്പോൾ 3 റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നാലാമത്തെ റിസൾട്ട് ഇവിടെ ഉണ്ട്. cos 2x equal to 1 minus tan square x by 1 plus tan square x എന്നാണ് കിട്ടുന്നത്. നമുക്കറിയാം cos 2x equal to cos square x minus sin square x എന്നാണ്. അതിന് നമുക്ക് cos square x minus sin square x by 1 എഴുതാം. ഏത് നമ്പർ ഏതെങ്കിലും ബൈ ഡിവൈഡ് ബൈ 1 എന്നാണ് സാധാരണ വരിക. 5 എന്ന് പറഞ്ഞാൽ 5 by 1 ആണല്ലോ. So cos square x minus sin square x equal to cos square x minus sin square x by 1 എഴുതാം. ഈ 1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? cos square x plus sin square x. We know cos square x plus sin square x equal to 1. So we get this is equal to cos square x minus sin square x divided by cos square x plus sin square x. ഇനി എന്ത് ചെയ്യണം? ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ cos square x. ഇതാണ് ന്യൂമറേറ്റർ. ഇതിനെ cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരേ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈക്വൽ തന്നെ ആയിരിക്കും വരിക. സോ വി ഗെറ്റ് cos 2x ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരും cos square x by cos square x minus sin square x by cos square x divided by cos square x by cos square x plus sin square x by cos square x. cos square x by cos square x ആണ് 1. ഇതോ sin x by cos x tan x അല്ലേ. sin square x by cos square x ആണ് tan square x. അപ്പോൾ സോ വി ഗെറ്റ് 1 minus tan square x divided by ഇവിടെ 1 വരും അല്ലേ. cos square x by cos square x 1, sin square x by cos square x tan square x. So we get 1 minus tan square x by 1 plus tan square x. Same way അല്ലേ. So we get cos 2x equal to 1 minus tan square x by 1 plus tan square x. So we have 4 values for cos 2x. cos 2x equal to cos square x minus sin square x. cos 2x equal to 2 cos square x minus 1. cos 2x equal to 1 minus 2 sin square x. cos 2x equal to 1 minus tan square x by 1 plus tan square x. ഈ 4 വാല്യൂ എല്ലാവരും പഠിക്കണം. ഇനി sin 2x has 2 values. 2 sin x into cos x. 2 tan x by 1 plus tan square x. x not equal to n pi plus pi by 2. അപ്പോൾ pi by 2 ഓഡ് മൾട്ടിപ്പിൾ വന്നാൽ tan x ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ പോയിന്റിൽ ഈ വാല്യൂ വരില്ല. ഈ വാല്യൂ ഇത് എല്ലാ ടേമിലും കറക്റ്റാണ്. sin 2x equal to 2 sin x into cos x വരും. രണ്ടാമത്തെ വാല്യൂ ആണ് 2 tan x by 1 plus tan square x. We know sin x plus y equal to sin x into cos y plus cos x into sin y. Replace y by x. We get sin x plus x now. Sin x plus x equal to sin x into cos x plus cos x into sin x. അല്ലേ? y sin x കൊടുത്തു. ഇത് രണ്ടും ഒരേ ടേമാ. sin x into cos x plus cos x into sin x ആണ് എന്താ? 2 sin x into cos x എന്ന് വരും. So we get sin 2x equal to 2 sin x into cos x. ഇത് ഒന്നാമത്തെ വാല്യൂ ആണല്ലേ. sin 2x equal to 2 sin x into cos x. ഇനി രണ്ടാമത്തെ വാല്യൂ കിട്ടാൻ നമുക്കറിയാം
സൈൻ 2x പറഞ്ഞാൽ 2 sin x ഇൻറ്റു കോസ് എക്സ് എന്നിപ്പോൾ കിട്ടില്ലേ? അതിനെങ്ങനെ എഴുതാം? 2 sin x ഇൻറ്റു കോസ് എക്സ് ബൈ 1 എഴുതി. ഈ 1ന്റെ സ്ഥാനത്ത് വീണ്ടും എന്ത് എഴുതി? 2 sin x ഇൻറ്റു കോസ് എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എഴുതി. ഇനിയോ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ 2 sin x ഇവിടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യുക. പ്ലസ് ഉള്ളപ്പോൾ രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യുക. സോ വി ഗെറ്റ് 2 sin x cos x by cos square x divided by cos square x plus sin square x by cos square x. ഇത് ഓരോ ടേമിനെ നമുക്ക് cos square x ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു cos x ക്യാൻസൽ ചെയ്യാം അല്ലേ? 2 ഒരു sin x by cos x 2 tan x എന്ന് വരും. ഇവിടെയോ cos square x by cos square x ആണ് 1 പ്ലസ് sin square x by cos square x ആണല്ലോ tan square x എന്ന് വരും. So we get 2 tan x by 1 plus tan square x. So we get sin 2x equal to 2 tan x by 1 plus tan square. ഈ 2 ഇവിടെ എഴുതി, പിന്നെ ഒരു sin x by cos x ഉണ്ടാവും, അത് tan x എന്ന് എഴുതി. ഒരു cos x രണ്ടിലും ക്യാൻസൽ ചെയ്ത്. ഇവിടെ sin square cos square x by cos square x ന്റെ വാല്യൂ 1. പിന്നെ sin square x by cos square x ആണല്ലോ tan square x. So we get sin 2x equal to 2 tan x by 1 plus tan square x. രണ്ട് വാല്യൂസ് ആണ് sin 2x ഉള്ള. ഒന്ന് 2 sin x into cos x, രണ്ടാമത്തെ 2 tan x by 1 plus tan square x. ഈ രണ്ട് വാല്യൂ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. sin 2x equal to 2 tan x by 1 plus tan square x. ഇനി മൂന്നാമത് വരുന്നതാണ് tan 2x equal to 2 tan x by 1 minus tan square x. If 2x not equal to n pi plus pi by 2. ഈ tan 2x ന്റെ വാല്യൂ n pi plus y by 2 എന്ന് വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു നോട്ട് ഡിഫൈൻഡ് വാല്യൂ ആണ് വരിക. We know tan x plus y equal to tan x plus tan y by 1 minus tan x into tan y. ഇതിലും എന്ത് ചെയ്യണം? വൈയുടെ സ്ഥാനത്ത് എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ എന്തായി? tan x plus x എന്ന് വരും. tan x plus x ഈക്വൽ ടു എന്തായി? tan x plus tan x divided by 1 minus tan x into tan x. tan x plus tan x 2 tan x by 1 minus tan square x. So tan 2x equal to 2 tan x by 1 minus tan square. tan 2x equal to 2 tan x by 1 minus tan square x. അപ്പോൾ നമ്മൾ മൂന്ന് റിസൾട്ട്, ഒന്ന് cos 2xന്റെ 4 വാല്യൂ പഠിച്ചു, sin 2xന് 2 വാല്യൂ, tan 2xന് 1 വാല്യൂ. മൂന്നിലും ടാനിന്റെ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക, എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും. ഇനി ഇതിൽ നമുക്ക് ഒരു 2 കണക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് പ്രൂവ് ദാറ്റ് 3 sin pi by 6 sec pi by 3 minus 4 sin 5 pi by 6 into cot pi by 4 equal to 1. ഇതിന്റെ വാല്യൂ 1 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് ഈക്വൽ 1 കിട്ടണം. നോക്കാം. ആദ്യം sin pi by 6 ന്റെ വാല്യൂ എത്രയാണ്? sin pi by 6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. sin 30 ഡിഗ്രി pi by 6 30 ഡിഗ്രി, sin 30 ഡിഗ്രി ഈക്വൽ 1/2. പിന്നെ sec pi by 3 എന്ന് പറഞ്ഞാലോ sec pi by 3 ആണ് 1 by cos pi by 3 എന്ന് എഴുതാം. 1 by cos pi by 3 1 by cos pi by 3 ആണ് 1/2. 1 by 1/2 ആണ് 2 എന്ന് വരും. ഇനി നമുക്ക് cot pi by 4 ന്റെ വാല്യൂ കാണാം. cot pi by 4 ന്റെ വാല്യൂ എത്ര? 1 ആണ് വരിക. cot pi by 4 equal to 1. ഇനി ഒന്നുണ്ട്, ഏതാണ്? sin 5 pi by 6. sin 5 pi by 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം sin xനെ sin pi minus x എന്ന് എഴുതാം. sin pi minus x equal to sin x നമ്മൾ പഠിച്ച റിസൾട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് പ്രകാരം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇതിനെ sin pi minus 5 pi by 6 എന്ന് എഴുതാം അല്ലെ? pi minus 5 pi by 6. ഇവിടെ എൽ സി എടുത്ത് എന്തായി? 6 എൽ സി എടുത്ത് കഴിഞ്ഞാൽ 6 into pi 6 pi minus 5 pi എന്നാവും. 6 pi minus 5 pi എന്ന് പറഞ്ഞാലോ pi എന്നായി. അപ്പൊ sin pi by 6 അഗൈൻ 1/2 വരും. sin 5 pi by 6 equal to 1 വരും. അപ്പൊ ഇതുപോലത്തെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഓരോ ടേമും വാല്യൂ കണ്ടുപിടിക്കുക. 1 2 3 4. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നാമത് 3 sin pi by 6, പിന്നെ sec pi by 3 minus 4 sin 5 pi by 6 into cot pi by 4 equal to 3 ആദ്യം 3 into sin pi by 6 ന്റെ വാല്യൂ 1/2 എന്ന് എഴുതാം. sec pi by 3 എത്ര? 2 എന്ന് എഴുതാം. അപ്പൊ 3 into 1/2 into 2 minus 4 ഇതാ ഈ 4 എടുത്ത് 4 into sin 5 pi by 6 ന്റെ വാല്യൂ 1/2 1/2 into cot pi by 4 1.
ഈ 2 and 2 ക്യാൻസൽഡ് അല്ലേ, അപ്പോൾ 3 എന്ന് വരും. ഒരു 2 ക്യാൻസൽ ചെയ്യാം, അപ്പോൾ 3 - 2 എന്ന് വരും. സോ വി ഗെറ്റ് 3 - 2 = 1. ദാറ്റ് ഈസ് ദി റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇതേപോലുള്ള കണക്കുകൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഓരോന്നും ടെക്സ്റ്റിലുള്ള കണക്കുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. Another example, prove that sin x plus y by sin x minus y equal to tan x plus tan y by tan x minus tan y. ഇതുപോലുള്ള പ്രോബ്ലംസ് പ്രൂവ് ചെയ്യാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. sin x plus y by sin x minus y equal to tan x plus tan y by tan x minus y. ആദ്യം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് sin x plus y by sin x minus y. എന്നിട്ട് sin x plus y യുടെ എക്സ്പാൻഷൻ sin x into cos y plus cos x into sin y എന്ന് എഴുതി. sin x minus y യുടെ എക്സ്പാൻഷൻ എന്താ? sin x into cos y minus cos x into sin y. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ cos x into cos y. cos x into cos y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് sin x cos y by cos x cos y പിന്നെ പ്ലസ് cos x sin y by cos x cos y ഡിവൈഡഡ് ബൈ sin x cos y by cos x cos y മൈനസ് cos x sin y by cos x cos y. ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കൂ, cos y ക്യാൻസൽ ചെയ്തു, ഇവിടെ tan x എന്ന് വരും. ഇവിടെ cos x ക്യാൻസൽ ചെയ്താൽ sin y by cos y tan y എന്ന് വരും അല്ലേ. ഒന്നാമത്തെ ടേം ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ tan x, sin x by cos x tan x. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ sin y by cos y tan y ഡിവൈഡഡ് ബൈ ഇവിടെയും cos y ക്യാൻസൽ ചെയ്താലോ sin x by cos x tan x മൈനസ് ഇട്ടില് cos x ക്യാൻസൽ ചെയ്താൽ sin y by cos y tan y. സോ വി ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു tan x പ്ലസ് tan y by tan x മൈനസ് tan y. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 4 റിസൾട്ടുകളാണല്ലോ. ഒന്ന് tan x പ്ലസ് y ഈക്വൽ ടു tan x പ്ലസ് tan y ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y. tan x minus y equal to tan x minus tan y divided by 1 plus tan x into tan y. പ്ലസ് ആണെങ്കിൽ മുകളിൽ പ്ലസ് അടിയിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ മുകളിൽ മൈനസ് അടിയിൽ പ്ലസ്. cot x plus y equal to cot x into cot y minus 1 by cot y plus cot x. cot x minus y equal to cot x into cot y plus 1 by cot y minus cot x. ഈ 4 റിസൾട്ടുകളാണ് trigonometric functions of sum and difference of two angles in terms of tan and cot. Sin cos നമ്മൾ ആദ്യം പഠിച്ചതാണ്. പിന്നെ നമ്മൾ പഠിച്ച റിസൾട്ടുകളാണ് cos 2x equal to cos square x minus sin square x 2 cos square x minus 1 equal to 1 minus 2 sin square x. അതുപോലെ cos 2x equal to 1 minus tan square x by 1 plus tan square x, x not equal to n pi plus pi by 2 where n is an integer. Sin 2x equal to 2 sin x into cos x equal to 2 tan x by 1 plus tan square x. 2 tan x by 1 plus tan square. N not equal to n pi plus pi by 2. Tan 2x equal to 2 tan x by 1 minus tan square x. 1 plus tan square x ആണെങ്കിൽ sin 2x. അടിയിൽ 1 minus tan square x ആണ് tan 2x. If 2x not equal to n pi plus pi by 2 where n element of z. ഇവിടെ ഒരു 3 റിസൾട്ട്. cos 2x 4 വാല്യൂ, sin 2x 2 വാല്യൂ, tan 2x വാല്യൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിച്ചത്. ഈ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം, എല്ലാവരും പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ആൾ ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.